ലേസി ലേണേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാം, എന്നിട്ട് ഓരോ പോയിൻറ്റ്സ് വെച്ച് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ലേസി ലേണേഴ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. തേർഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് ഡിസിഷൻ ട്രീ യൂസിങ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ദെൻ പേഷ്യൻ മെത്തേഡ് യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂൾ ലോഡ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ദെൻ റാപ്പിഡ് പ്രിപ്പറേഷൻ മെത്തേഡ് യൂസ് ചെയ്തു. നെക്സ്റ്റ് SVM സപ്പോർട്ട് വെക്റ്റർ മെഷീൻ ഉണ്ട്, അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ കുറച്ച് മെത്തേഡ്സ് പഠിച്ചു. ഓൾ ദീസ് മെത്തേഡ്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഈഗർ ലേണേഴ്സ്. ഈഗർ ലേണേഴ്സ് മീൻസ് നമ്മൾ ഇനിഷ്യലി ഒരു ട്രെയിനിങ് സെറ്റ് ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓൺ റിസീവിങ് ദ ട്രെയിനിങ് സെറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു ലേൺ ആൻഡ് വിൽ ക്രിയേറ്റ് ഓർ വിൽ ഡെവലപ്പ് എ പ്രെഡിക്റ്റർ ഓർ ക്ലാസിഫൈ മോഡൽ. ഇൻപുട്ട് കിട്ടുമ്പോൾ തന്നെ, അതായത് ആ ട്രെയിനിങ് സെറ്റ് കിട്ടുമ്പോൾ തന്നെ അത് ലേൺ ചെയ്ത് അതിലൂടെ പാസ് ചെയ്ത് അത് ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മളൊരു ക്ലാസിഫയർ അല്ലെങ്കിൽ പ്രെഡിക്റ്റർ മോഡൽ കൺസ്ട്രക്റ്റ് ചെയ്യും. ദെൻ when the classifier or predictor model receives the new test tuple or the new unknown tuple, it will predict അല്ലെങ്കിൽ it will classify the output. new classification output അല്ലെങ്കിൽ predictor output കിട്ടും. ഒന്നും കൂടെ പറയാം, റിപ്പീറ്റ് ചെയ്യാം. ഈഗർ ലേണേഴ്സിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിലെല്ലാം ഫസ്റ്റ് ഇനിഷ്യലി നമ്മൾ ട്രെയിനിങ് സെറ്റ് പ്രൊവൈഡ് ചെയ്യും. ആ ട്രെയിനിങ് സെറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഒരു മോഡൽ ക്ലാസിഫയർ അല്ലെങ്കിൽ പ്രഡിക്റ്റർ മോഡൽ കൺസ്ട്രക്റ്റ് ചെയ്യും. ദെൻ നമ്മളൊരു ന്യൂ ഇൻപുട്ട് കൊടുക്കും. അൺനോൺ ഇൻപുട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് ക്ലാസിഫിക്കേഷൻ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രഡിക്റ്റർ വാല്യൂ കിട്ടും. അതായത് നമുക്കൊരു ഇൻപുട്ട് ന്യൂ ടെസ്റ്റ് വാല്യൂ കൊടുക്കുമ്പോഴേക്കും അവിടെ ഒരു മോഡൽ കൺസ്ട്രക്റ്റഡ് ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് ലേസി ലേണേഴ്സ്, ആ നെയിമിൽ തന്നെ ഉണ്ട്, ലേസി ലേണർ മീൻസ് നമ്മളൊരു ട്രെയിനിങ് സെറ്റ് കൊടുത്താൽ ഇറ്റ് വിൽ വെയിറ്റ് അൺടിൽ ഇറ്റ് റിസീവ് എ ന്യൂ അൺനോൺ ടപ്പിൾ അല്ലെങ്കിൽ ടെസ്റ്റ് ടപ്പിൾ. ഒരു ടെസ്റ്റ് ടപ്പിൾ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യും. ടെസ്റ്റ് ടപ്പിൾ കിട്ടിയിട്ട് മാത്രമേ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റർ മോഡൽ കൺസ്ട്രക്റ്റ് ചെയ്യൂ. അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രെഡിക്ഷൻ പ്രോസസ്സിങ്ങിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും പ്രോസസ്സിങ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ വെരി മൈനർ പ്രോസസ്സിങ് മാത്രമേ ചെയ്യൂ. ദെൻ ഇറ്റ് സ്റ്റോർസ് ദ ട്രെയിനിങ് ടപ്പിൾ ഇൻ ടു എ ഡേറ്റാബേസ്. ഓക്കെ, നമുക്ക് ട്രെയിനിങ് സെറ്റ് കൊടുക്കുന്നു. ചിലപ്പോൾ അതായത് ജസ്റ്റ് ഒരു 5% ചിലപ്പോൾ എന്തെങ്കിലും മൈനർ പ്രോസസ്സിങ് ക്ലാസിഫിക്കേഷൻ മോഡൽ കൺസ്ട്രക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രെഡിക്റ്റർ മോഡൽ കൺസ്ട്രക്റ്റ് ചെയ്യാനോ മൈനർ പ്രോസസ്സിങ് ചെയ്യും. ദെൻ ആ ട്രെയിനിങ് സെറ്റ് എല്ലാം കൂടി നമ്മളൊരു ഡേറ്റാബേസിനകത്തോട്ട് സേവ് ചെയ്യും. ദെൻ മോസ്റ്റ് ഓഫ് ദ റിമൈനിങ് 95% ടൈംസിലും ഇത് മൈനർ പ്രോസസ്സിങ് ഒന്നും ചെയ്യില്ല. ട്രെയിനിങ് സെറ്റ് കിട്ടുമ്പോൾ അതിനെ അതേപോലെ എടുത്തൊരു ഡേറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യും. ദെൻ ഒരു ന്യൂ അൺനോൺ ടപ്പിൾ അല്ലെങ്കിൽ ടെസ്റ്റ് ടപ്പിൾ കിട്ടുമ്പോൾ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, ക്ലാസിഫിക്കേഷൻ മോഡലോ അല്ലെങ്കിൽ പ്രെഡിക്റ്റർ മോഡലോ കൺസ്ട്രക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് ലേസി ലേണേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ വെയിറ്റ്സ് അണ്ടിൽ ദ ന്യൂ ടെസ്റ്റ് ടപ്പിൾ ഈസ് റിസീവ്ഡ്. ഓക്കെ, ഇനി പോയിൻറ്റ്സ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് ഈസ് ഓൾ ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ദാറ്റ് വി ഓൾറെഡി സ്റ്റഡി, ദാറ്റ് ഈസ് decision based classification method, Bayesian classification, rule based classification, rapid propagation, all are examples of eager learners. Eager learners means when giving a set of training tuples, it will construct a classification model before receiving new test tuple. ന്യൂ ടെസ്റ്റ് ടപ്പിൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ, അതായത് ട്രെയിനിങ് സെറ്റ് കിട്ടുമ്പോൾ തന്നെ ഇത് ക്ലാസിഫിക്കേഷൻ മോഡൽ അല്ലെങ്കിൽ പ്രെഡിക്റ്റർ കൺസ്ട്രക്റ്റ് ചെയ്യും. ഇൻ കേസ് ഓഫ് ലേസി അപ്രോച്ച്, ഇറ്റ് ഹാസ് ടു വെയിറ്റ് അണ്ടിൽ ദ ലാസ്റ്റ് മിനിറ്റ് ബിഫോർ ഡൂയിങ് എനി മോഡൽ കൺസ്ട്രക്ഷൻ ടു ക്ലാസിഫൈ എ ന്യൂ ടെസ്റ്റ് ടപ്പിൾ. അതായത് ന്യൂ ടെസ്റ്റ് ടപ്പിൾ കിട്ടുന്നവരെ അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ ഇതെന്തെങ്കിലും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യൂ. That is, when given a training tuple, the lazy learner simply stores it, or does it only a little minor processing and waits until it is given a test tuple. ആ കൊടുക്കുന്ന ട്രെയിനിങ് ടപ്പിൾ അതുപോലെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നു. ചില കേസിൽ മാത്രം എന്തെങ്കിലും മൈനർ പ്രോസസ്സിങ് ചെയ്യുന്നു. ദെൻ ആ ടെസ്റ്റ് ടപ്പിൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വല്ലവർക്കും എന്തെങ്കിലും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. Only when it sees a test tuple does it perform standardization to classify the tuple based on the similarity to the stored training tuple. അതായത് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമുക്കൊരു ടെസ്റ്റ് ടപ്പിൾ കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്തെങ്കിലും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യൂ. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫയർ മോഡലോ അല്ലെങ്കിൽ ഒരു പ്രെഡിക്ഷൻ മോഡലിൻ്റെയോ കൺസ്ട്രക്ഷൻ അല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഹിയർ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ന്യൂ ടപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെറ്റ് ടപ്പിൾസ് ഉണ്ടല്ലോ, ആ ടപ്പിൾസിലുമായിട്ട് സിമിലർ ആയിട്ടുള്ള ടപ്പിൾസ് ചെക്ക് ചെയ്യും.
നമ്മൾ കൊടുക്കുന്ന ന്യൂ ടപ്പിളും ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെറ്റിലെ ടപ്പിൾസും തമ്മിൽ ചെക്ക് ചെയ്തിട്ട് സിമിലർ ആയിട്ടുള്ള കുറച്ച് ടപ്പിൾസ് സെലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 20 ടപ്പിൾസ് നമുക്ക് ട്രെയിനിങ് സെറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ന്യൂ ഇൻപുട്ട് കൊടുത്തു. ആ 20ൽ ഒരു 5 ഈ ന്യൂ ഇൻപുട്ടായിട്ട് സിമിലർ ആയിട്ടുണ്ടെങ്കിൽ ആ 5 ടപ്പിൾസ് മാത്രം സെലക്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ സെലക്ട് ചെയ്ത സിമിലർ ആയിട്ടുള്ള 5 ടപ്പിൾസിൽ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ക്ലാസ് ആണോ ആ ക്ലാസ് ആയിരിക്കും എന്തിന് കൊടുക്കുന്നത്, ന്യൂ ടെസ്റ്റ് ടപ്പിളിന് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ലേസി ലേണറിൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ലേസി ലേണേഴ്സിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇറ്റ് ഡസ് ഓൺലി ലെസ് വർക്ക് വെൻ എ ട്രെയിനിങ് ടപ്പിൾ ഈസ് പ്രസൻറ്റഡ് ആൻഡ് മോർ വർക്ക് വൈൽ മേക്കിംഗ് ക്ലാസിഫിക്കേഷൻ. സ്റ്റാർട്ടിങ്ങിൽ ലെസ് വർക്കേ ചെയ്യൂ, ലാസ്റ്റ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോഴായിരിക്കും ന്യൂ ഇൻപുട്ട് കൊടുക്കുമ്പോഴായിരിക്കും മോർ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് പ്രോസസ്സ്. ആൻഡ് ഇത് കേസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ ട്രെയിനിങ് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതോടനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യില്ല, ഇറ്റ് വിൽ സ്റ്റോർഡ്. സോ വി ഹാവ് ടു നീഡ് എഫിഷ്യൻറ്റ് സ്റ്റോറേജ് ടെക്നിക്. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഗിവ് എ ലിറ്റിൽ എക്സ്പ്ലനേഷൻ ഓർ ഇൻസൈറ്റ് അബൌട്ട് ദ ഡേറ്റ സ്ട്രക്ചർ. ഡേറ്റ സ്ട്രക്ചറിനെ പറ്റി ഒരു ലിറ്റിൽ ഓവർവ്യൂ മാത്രമേ നമുക്ക് തരത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഓൾസോ സപ്പോർട്ട് ഇൻക്രിമെൻ്റൽ ലേണിംഗ്. ദാറ്റ് മീൻസ് നമ്മളിത് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട്, അതായത് ടപ്പിൾസ് ട്രെയിനിങ് ടപ്പിൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്തെങ്കിലും വേറെ ഏതെങ്കിലും അപ്ഡേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അപ്ഡേഷൻസ് എല്ലാം നമുക്കിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇൻക്രിമെൻ്റൽ ലേണിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ലേസി ലേണേഴ്സ് എന്താണ് കൺസെപ്റ്റ്, ഇത്രയേ ഉള്ളൂ. ട്രെയിനിങ് ടപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മൈനർ പ്രോസസ്സിങ് നടത്തും, അല്ലെങ്കിൽ പ്രോസസ്സിങ് ഒന്നും നടത്താതെ അതിനെ സ്റ്റോർ ചെയ്യും. ദെൻ ന്യൂ ഇൻപുട്ട് അൺനോൺ ഇൻപുട്ട് കിട്ടുമ്പോഴായിരിക്കും പ്രോസസ്സിങ് ചെയ്യും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് KNN അൽഗോരിതം, K നിയറസ്റ്റ് നൈബർ ക്ലാസിഫയർ. ഓക്കെ, ഇതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളൊരു ന്യൂ ടപ്പിൾ കൊടുക്കുമ്പോൾ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറേ ടപ്പിൾസ് ട്രെയിനിങ് സെറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ K ടപ്പിൾസ് ആയിരിക്കും സിമിലർ ആയിട്ടുള്ള ടപ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത്. ആ K ടപ്പിൾസിനെ പറയുന്നതാണ് K നിയറസ്റ്റ് നൈബേഴ്സ്. അപ്പോൾ ഈ K നിയറസ്റ്റ് നൈബേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ക്ലോസ്നെസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ട്രെയിനിങ് സെറ്റിൽ 20 ടപ്പിൾസ് ഉണ്ട്. നമ്മൾ ന്യൂ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ 20ലെ 5 ടപ്പിൾസ് എടുക്കുമെന്ന് പറഞ്ഞു. ആ 5 ടപ്പിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രെയിനിങ് സെറ്റുമായിട്ട് ക്ലോസ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസ്നെസ് ചെക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളിവിടെ ക്ലോസ്നെസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻസാണ്, യൂക്ലിഡിയൻ ഡിസ്റ്റൻസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, K നിയറസ്റ്റ് നൈബേഴ്സ്. K നിയറസ്റ്റ് classifiers are based on learning by unlogging, that is by comparing a given test tuple with training tuples that are similar to it. നമ്മൾ ടെസ്റ്റ് ടപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിങ് ടപ്പിൾസിൽ നിന്ന് അതിലുമായിട്ട് സിമിലർ ആയിട്ടുള്ള ടെസ്റ്റ് ടപ്പിൾസിനായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തത്. When we are giving an unknown tuple, a K nearest neighbor classifier searches the pattern space for the K training tuples that are closest to the unknown tuple. നമ്മൾ കൊടുക്കുന്ന അൺനോൺ ടപ്പിൾസുമായിട്ട് ക്ലോസസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള K ട്രെയിനിങ് ടപ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, ദീസ് K ട്രെയിനിങ് ടപ്പിൾസ് ആർ ദ K നിയറസ്റ്റ് നൈബേഴ്സ് ഓഫ് ദ അൺനോൺ ടപ്പിൾ. ദീസ് ട്രെയിനിങ് ടപ്പിൾസിനെ നമ്മൾ പറയുന്നതാണ്, ഈ സിമിലർ ആയിട്ടുള്ള ട്രെയിനിങ് ടപ്പിൾസിനെ ആയിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, K നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്ലോസ്നെസ് യൂസ് ചെയ്തിട്ടായിരിക്കും സിമിലർ ആയിട്ടുള്ള ടപ്പിൾസിനെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 ടപ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ X1 എന്ന ടപ്പിൾ, X2 എന്ന ടപ്പിൾസ്, ഓരോ ടപ്പിൾസിനും നമുക്ക് കുറേ വാല്യൂസ് കാണും. ഇതിനകത്തൊരു ഫസ്റ്റ് ടപ്പിൾ ഒരു n വാല്യൂസ് കാണും, സെക്കൻഡ് ടപ്പിൾ ഒരു n വാല്യൂസ് കാണും. അപ്പോൾ ഓരോ വാല്യൂസും ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടപ്പിളിൽ ഫസ്റ്റ് വാല്യൂവും ദെൻ സെക്കൻഡ് ടപ്പിളിൽ ഫസ്റ്റ് വാല്യൂവും കൺസിഡർ ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഇതേപോലെ എല്ലാ വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുത്ത് ആ ഓരോ വാല്യൂസിൻ്റെ സ്ക്വയർ എടുത്ത് സമപ്പ് ചെയ്യണം. ഇപ്പോൾ x11 മൈനസ് x22 ദ ഹോൾ സ്ക്വയർ പ്ലസ് x12 മൈനസ് x22 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ ഓരോ വാല്യൂസിൻ്റെയും കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ട് വാല്യൂസിൻ്റെയും ഡിഫറൻസ് എടുത്ത് സ്ക്വയർ എടുത്ത് അതിൻ്റെ സം എടുത്ത് ദെൻ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. അതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോർമലൈസ് ചെയ്ത് 0 to 1 റേഞ്ചിലും ആക്കും. എന്നിട്ടായിരിക്കും ഈ പറഞ്ഞ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ദെൻ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇപ്പോൾ കേക്ക് ഒരു വാല്യൂ കൊടുക്കും. ഫോർ എക്സാമ്പിൾ 5 വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ 5 ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ എന്താ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിന് അപ്പുറമുള്ള ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്ത് ആ ത്രെഷോൾഡ് വാല്യൂവിന് അപ്പുറമുള്ളവർ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എനിവേ നമ്മൾ ഓരോ നമുക്ക് ട്രെയിനിങ് സെറ്റിലെ ടപ്പിൾസും അതുപോലെ നമ്മുടെ ന്യൂ ഇൻപുട്ട് ടപ്പിൾസുമായിട്ട് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വഴി ക്ലോസ്നെസ് കണ്ടുപിടിച്ചിട്ട് ആ ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ളവരെയായിരിക്കും നമ്മൾ സിമിലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവരെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യും, അതിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ക്ലാസ് ഉള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ദ അൺനോൺ ടപ്പിൾ ഈസ് അസൈൻഡ്, ഫസ്റ്റ് പോയിന്റ്, ദ അൺനോൺ ടപ്പിൾ ഈസ് അസൈൻഡ് ദ മോസ്റ്റ് കോമൺ ക്ലാസ് എമോങ് ഇറ്റ്സ് കെ നിയറസ്റ്റ് നൈബേഴ്സ്. കെ നിയറസ്റ്റ് നൈബേഴ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ 5 നൈബേഴ്സ് സെലക്ട് ചെയ്തു. കെ നിയറസ്റ്റിൽ 5 നൈബേഴ്സ് സെലക്ട് ചെയ്തപ്പോൾ അപ്പം നമ്മളെന്താ ഹൈറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടോളാണ്. 5ൽ 4 ടോൾ, 1 ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ടോൾ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ന്യൂ ടപ്പിളിന് കൊടുക്കുന്നത്. ഇനി 5ൽ 3 ടോള്, 1 മീഡിയം, 1 ഷോർട്ട് ആണെന്നുണ്ടെങ്കിലും ടോളായിരിക്കും നമ്മൾ യൂസ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ന്യൂ ടപ്പിളിന് ആ ടോൾ എന്ന് പറഞ്ഞ ക്ലാസ് ആയിരിക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ 1 ആണ്. ദാറ്റ് മീൻസ് ഒരു നിയറസ്റ്റ് നൈബറേ ഉള്ളെങ്കിൽ ആ നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ ക്ലാസ് ആയിരിക്കും ന്യൂ ടെസ്റ്റ് ടപ്പിളിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. കെയുടെ വാല്യൂ 2 ആണെന്നുണ്ടെങ്കിൽ അതിൽ 2ൽ ഏതെങ്കിലും ഒരാളായിരിക്കും. കെയുടെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെജോറിറ്റി അതായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഈ നിയറസ്റ്റ് നെയ്ബർ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ പ്രഡിക്ഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ്റെ കേസിൽ ഇന്ന ക്ലാസ് ആണോ യെസ് ഓർ നോ, അല്ലെങ്കിൽ ടോൾ, ഷോർട്ട്, മീഡിയം എന്ന് പറഞ്ഞാൽ ക്ലാസ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. പ്രഡിക്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളുടെ സാലറി, നമുക്കിപ്പം ഒരാളുടെ വർക്ക് എക്സ്പീരിയൻസ് ചെയ്ത വേർഷൻ നിങ്ങളുടെ സാലറി എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ന്യൂ ഐറ്റത്തിൻ്റെ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെയിൽ എത്ര ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും നമുക്ക് പ്രഡിക്ഷൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂ ഔട്ട്പുട്ടും നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതം മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഈ പ്രഡിക്ഷൻ മെത്തേഡിൽ നമ്മൾ ഈ കെ നിയറസ്റ്റ് നെയ്ബർ യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള കുറേ ടപ്പിൾസ് സെലക്ട് ചെയ്യും. ദെൻ ആ ടപ്പിൾസിൻ്റെ എല്ലാം ന്യൂമറിക്കൽ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യും. ആ ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ ആവറേജ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. Okay, consider the last point. Here in the prediction method, the classifier will returns the average value of the real value labels associated with the k nearest neighbors of the unknown tuple. Unknown tuple ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള k nearest neighborsനെ കൺസിഡർ ചെയ്യുക. അവരുടെ വാല്യൂസിൻ്റെ ആവറേജ് വാല്യൂ ആയിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? നമ്മുടെ ഔട്ട്പുട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു സിറ്റുവേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം 2 ടപ്പിൾസ് എടുത്തു. ആ ടപ്പിൾസിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂസ് നമ്മൾ ഡിഫറൻസ് എടുക്കുമെന്ന് പറഞ്ഞു. ചില കേസിൽ ആട്രിബ്യൂട്ട് വാല്യൂസ് മിസ്സിംഗ് ആയിരിക്കും. ചിലപ്പോൾ 2 മിസ്സിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ മിസ്സിംഗ് ആവുന്ന കേസുണ്ട്. ഇനി നോമിനൽ വാല്യൂ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു സിറ്റുവേഷൻസാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. അതായത് നമ്മൾ ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ കേസിൽ ആ ന്യൂമറിക്കൽ വാല്യൂസിനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1000, 2000 അങ്ങനെയുള്ള സാലറി കേസസൊക്കെയാണ് വരുന്നതെങ്കിൽ അതിനെല്ലാം നോർമലൈസ് ചെയ്തിട്ട് ആ നോർമലൈസ് ചെയ്യുമ്പോൾ 0 to 1 ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. അതിൻ്റെ ഡിഫറൻസ് എടുത്തു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇതൊരു നമ്മുടെ ടെസ്റ്റ് ടപ്പിൾ. ഓക്കെ, ഇത് നമ്മുടെ ട്രെയിനിങ് സെറ്റിൽ നിന്നെടുത്തൊരു ടപ്പിളാണ് T1. ഇത് നമ്മുടെ ടെസ്റ്റ് ടപ്പിൾ. അപ്പോൾ ഇവിടെ കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. A1, A2 2 ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒരു 1000, ഇതിൻ്റെ വാല്യൂ ഒരു 5. അതായത് ഇതൊരു ഫസ്റ്റ് ആട്രിബ്യൂട്ട് സാലറിയും സെക്കൻഡ് ആട്രിബ്യൂട്ട് ഏജുമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇയാളുടെ വാല്യൂ ഒരു 2000, ഇയാളുടെ വാല്യൂ ഒരു 10. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെയെല്ലാം നമ്മൾ നോർമലൈസ് ചെയ്ത്, അതായത് ഈ വാല്യൂസിനെല്ലാം നോർമലൈസ് ചെയ്തിട്ട് 1000, 2000, 5, 10 എല്ലാം നോർമലൈസ് ചെയ്ത് 0 to 1 എന്ന് പറയുന്ന റേഞ്ചിലാക്കും. അപ്പോൾ നോർമലൈസേഷന് നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യും? ആ നോർമലൈസ് ആക്കിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ്, അതായത് 1000ൻ്റെയും 2000 നോർമലൈസ് ചെയ്ത വാല്യൂ ആണ്, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ദെൻ 5ൻ്റെയും 10ൻ്റെയും നോർമലൈസ് ചെയ്ത വാല്യൂ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ സം എടുക്കുക. ദെൻ അതിൻ്റെ സ്ക്വയർ റൂട്ടൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി
അത് ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ കേസ്. നോമിനൽ വാല്യൂവിൻ്റെ കേസിൽ ഫോർ എക്സാമ്പിൾ ഇതേപോലെ ന്യൂമറിക്കൽ വാല്യൂസ് മീൻസ് നമുക്ക് ഇതേപോലെ ടെസ്റ്റ് ആട്രിബ്യൂട്ട് ഉണ്ട്, ടെസ്റ്റ് ടപ്പിളുണ്ട്, ട്രെയിനിങ് സെറ്റിലൊരു ആട്രിബ്യൂട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ആട്രിബ്യൂട്ട്സിൽ ഒന്ന് ജെൻഡർ എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ മെയിലും വരും, ഫീമെയിലോ അല്ലെങ്കിൽ മെയിൽ തന്നെ വരാം. ഇനി കളറാണെന്ന് വെച്ചു, ഒന്ന് റെഡ്, ഇവിടെയും റെഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നോമിനൽ വാല്യൂസ് വരുന്ന കേസിൽ നമ്മൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഫസ്റ്റ് ആട്രിബ്യൂട്ട് എടുക്കുമ്പോൾ ഒന്ന് മെയിലും ഫീമെയിലാണ്, അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ വരുന്ന കേസിൽ നമ്മൾ ഡിഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ രണ്ടാമത്തെ ആട്രിബ്യൂട്ട്സ് എടുക്കുമ്പോൾ രണ്ടിൻ്റെ വാല്യൂ റെഡ് ആണ്, സെയിം ആണ്. ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 0 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി. അതായത് നോമിനൽ വാല്യൂസ് വരുമ്പോൾ പോയിൻറ്റ്സ് നോക്കി. ഫോർ നോമിനൽ ആട്രിബ്യൂട്ട്സ് എ സിമ്പിൾ മെത്തേഡ് ഈസ് ടു കമ്പയർ ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ദ ആട്രിബ്യൂട്ട് ഇൻ ടപ്പിൾ x1 with that in tuple x2. That means if the two are identical, for example tuple x1 and x2 both have the same color blue, then the difference between the two is taken as 0. If the two are different, example tuple x1 is blue but tuple x2 is red, then the difference is considered to be 1. Same value ആണെങ്കിൽ 0, different values ആണെങ്കിൽ 1. ഇതാണ് നോമിനൽ വാല്യൂസ് വരുമ്പോഴുള്ള കേസ്. ഇനി നെക്സ്റ്റ് മിസ്സിംഗ് വാല്യൂ വരുന്ന കേസിൽ ഇപ്പം നമുക്ക് ടപ്പിൾസ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ടെസ്റ്റ് ടപ്പിൾ, ദെൻ T1 എന്ന് പറഞ്ഞ ട്രെയിനിങ് സെറ്റ് ടപ്പിൾ, ഒരിടത്ത് റെഡ് എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടായിരുന്നു, നെക്സ്റ്റ് അടുത്ത് കളർ ഇല്ല. ആ കേസിൽ നമ്മൾ ഡിഫറൻസ് വാല്യൂ 1. ഈ രണ്ടിടത്തും നമ്മുടെ വാല്യൂ മിസ്സിംഗ് ആണ്. ആ കേസിൽ നമ്മൾ എന്തായിരിക്കും ഡിഫറൻസ് 1 ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കി. ഇൻ ജനറൽ ഇഫ് ദ വാല്യൂ ഓഫ് എ ഗിവൻ ആട്രിബ്യൂട്ട് ഈസ് മിസ്സിംഗ് ഇൻ ദ tuple x1 and or in tuple x2, assume the maximum possible difference, that is in case of nominal attributes. ഓക്കെ, ഇനി ഇതേപോലെ ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ കേസിലും എന്തെങ്കിലും നമ്മൾ ടപ്പിൾസിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂസ് എടുക്കുമ്പോൾ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ ജനറൽ പോയിൻറ്റ്സ് നോക്കി. ഇൻ ജനറൽ ഇഫ് ദ വാല്യൂ ഓഫ് എ ഗിവൻ ആട്രിബ്യൂട്ട് ഈസ് മിസ്സിംഗ് ഇൻ tuple x1 and or in tuple x2, assume the maximum possible difference, that is if third point, if A is numeric and missing from both tuples x1 and x2, then the difference is also taken to be 1. അതായത് നമ്മൾ ന്യൂമറിക് വാല്യൂ വരുന്ന കേസിലും എന്തെങ്കിലും ടപ്പിൾസ് രണ്ടിടത്തുനിന്ന് മിസ്സിംഗ് ആണെങ്കിൽ, അതായത് ഒരിടത്ത് ഇപ്പോൾ 1 ഉണ്ട്, ഒരു ടപ്പിളിനകത്ത് 1 ഉണ്ട്, നമ്മുടെ ടെസ്റ്റ് ടപ്പിളിനകത്ത് വാല്യൂ മിസ്സിംഗ് ആണെന്ന് വെച്ചോ, അവിടെ നമ്മളെ വാല്യൂ എന്തായിരിക്കും 1 ആയിരിക്കും. അല്ലെങ്കിൽ ഒരിടത്ത് വാല്യൂ 0.55 ആയിരുന്നു, നെക്സ്റ്റ് ടപ്പിളിൽ വാല്യൂ മിസ്സിംഗ് ആണെങ്കിൽ അവിടുത്തെ ഡിഫറൻസ് നമ്മൾ 1 എന്നുള്ള രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. രണ്ടിടത്തും വാല്യൂ മിസ്സിംഗ് ആവുന്ന കേസിൽ, അതായത് നമ്മളൊരു ടെസ്റ്റ് ടപ്പിൾ കൺസിഡർ ചെയ്യുന്നു, നമ്മൾ ടെസ്റ്റ് ടപ്പിൾ കൺസിഡർ ചെയ്യുന്നു, ദെൻ ഇപ്പോൾ ട്രെയിനിങ് ടപ്പിൾ കൺസിഡർ ചെയ്തു. ന്യൂമറിക് വാല്യൂവിൻ്റെ കേസിൽ രണ്ടിടത്തും വാല്യൂ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 1 എന്ന് പറയുന്ന ഡിഫറൻസ് ആയിരിക്കും എടുക്കുന്നത്. ഇനി ഒരിടത്ത് വാല്യൂ ഉണ്ട്, ഒരിടത്ത് ഇപ്പോൾ 0.255 എന്നൊരു വാല്യൂ ഉണ്ട്, ഒരിടത്ത് വാല്യൂ മിസ്സിംഗ് ആണെന്ന് വെച്ചോ, ആ കേസിൽ നമ്മൾ ഒന്നെങ്കിൽ 1 - v' അല്ലെങ്കിൽ 0 - v' കൺസിഡർ ചെയ്യും. ഇവിടുത്തെ v' എന്ന് പറയുന്ന ഈ വാല്യൂ ആണ്, അതിലേതാണോ ഗ്രേറ്റർ ആ വാല്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, last point. Okay, if only one value is missing and the other one is present and normalized, then we can take the difference to be either 1 - v' or 0 - v', that is magnitude എടുക്കുമ്പോൾ 1 - v' അല്ലെങ്കിൽ v', whichever is greater, ഏതാണോ ഗ്രേറ്റർ ആ വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അതായത് വാല്യൂസ് മിസ്സിംഗ് ആവുന്ന കേസിൽ നോമിനൽ വാല്യൂസിൻ്റെ കേസിങ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂസ് ഏതെങ്കിലും ഒരിടത്ത് മിസ്സായാലും രണ്ടിടത്ത് മിസ്സായാലും ഡിഫറൻസ് 1 ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ കേസിൽ നമ്മൾ ഈ എടുക്കുന്ന വാല്യൂസ് രണ്ടും മിസ്സിംഗ് ആണെങ്കിൽ അവിടുത്തെ ഡിഫറൻസ് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. ഏതെങ്കിലും ഒന്ന് മാത്രം മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 - the given value അല്ലെങ്കിൽ 0 - the given value, ഏതാണോ ഗ്രേറ്റർ ആ വാല്യൂ എടുക്കും. ഇങ്ങനെ വാല്യൂസൊക്കെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഫില്ല് ചെയ്ത് നമ്മുടെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വെച്ചിട്ട് ക്ലോസ് ആയിട്ടുള്ള നൈബേഴ്സിനെ കണ്ടുപിടിച്ചു. ആ നൈബേഴ്സിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്ലാസ് ഏതാണോ അതിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും.
ഓക്കെ. ഇനി നമ്മളിപ്പോൾ കെ നൈബേഴ്സിനെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കെയുടെ വാല്യൂ 1 ഒരു നൈബറിനെ സെലക്ട് ചെയ്ത് നോക്കും. കെയുടെ വാല്യൂ 2 നൈബേഴ്സിനെ സെലക്ട് ചെയ്ത് നോക്കും. ദെൻ എറർ ചെക്ക് ചെയ്യും. ദെൻ കെയുടെ വാല്യൂ 3 വെച്ചിട്ട് 3 നൈബേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് എററൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ എറർ റേറ്റ് കുറയുന്ന ഏത് വാല്യൂ ആണോ, അതായത് കെയുടെ വാല്യൂ 4 എടുത്തു, നമുക്കിപ്പം കുറച്ച് എറർ വന്നു. കെയുടെ വാല്യൂ 5 എടുത്തപ്പോൾ 4 എടുത്തതിനെക്കാട്ടി എറർ കുറവാണ് 5 എങ്കിൽ ദാറ്റ് 5 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കെക്ക് അസൈൻ ചെയ്ത് അത്രയും നൈബേഴ്സിനായിരിക്കും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് യൂസ് ചെയ്യുന്ന പോലെ വേറെ ഡിസ്റ്റൻസ് ഉണ്ട്. മാൻഹാട്ടൻ ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസ് യൂസ് ചെയ്യാം. പിന്നെ അതല്ലാതെ കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. പാർഷ്യൽ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം 2 ടപ്പിൾസ് സെലക്ട് ചെയ്യുമ്പം അതിനകത്ത് ഒരു 5 ആട്രിബ്യൂട്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ ഒരു 3 വാല്യൂസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ നമ്മൾ ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ത്രെഷോൾഡ് വാല്യൂവിനെ എക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ ആ ടപ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, നെക്സ്റ്റ് ടപ്പിൾ എടുക്കും. അതല്ലെങ്കിൽ എഡിറ്റിംഗ് ദ സ്റ്റോർഡ് ടപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മിസ്സിംഗ് വാല്യൂസ് ഒക്കെ വരുന്ന ടപ്പിൾസിനെ നമ്മൾ മിസ് ചെയ്യും. അങ്ങനെയുള്ള കേസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ KNN അൽഗോരിതം യൂസ് ചെയ്യുന്നത് ഇൻ ലേസി ലേണേഴ്സിൽ വരുന്നൊരു എക്സാമ്പിളാണ് KNN കേസിൽ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ K നിയറസ്റ്റ് നൈബേഴ്സിനെ കണ്ടുപിടിക്കും. അതായത് K സിമിലർ ആയിട്ടുള്ള നൈബേഴ്സിനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ടപ്പിൾസിനെ കണ്ടുപിടിക്കും ഫ്രം ദ ട്രെയിനിങ് സെറ്റ്. അതിൽ കോമൺ ആയിട്ടുള്ള ഏത് ക്ലാസ് ആണോ ആ ക്ലാസ്സിനെ എടുത്ത് അസൈൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ വാല്യൂസ് നമ്മൾ ക്ലോസ്നെസ് കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസിന് മെഷർ ചെയ്തിട്ടാണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന കേസിൽ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുക, സ്ക്വയർ എടുക്കുക, സമ്മപ്പ് എടുക്കുക, ദെൻ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ ഈ കേസിൽ എന്തെങ്കിലും മിസ്സിംഗ് വാല്യൂസ് വരുമ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, ന്യൂമറിക് അല്ലാതെ നോർമൽ കേസ് വരുമ്പോൾ എങ്ങനെ ഡീൽ ചെയ്യും, ആ കേസസാണ് നമ്മൾ പഠിച്ചത്. ഇത്രയാണ് K നിയറസ്റ്റ് നൈബേഴ്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷനാണ്. അത് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, താങ്ക് യു.